ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ട്രിപ്പ് പോയിട്ടുള്ള ഒരു വ്ളോഗാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ, നമ്മൾ സോമനാഥ്പുര എന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ്. ഇത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാര്യം നമ്മൾ രാവിലെ ട്രിപ്പ് തിരിച്ചായിരുന്നേ. അതുകൊണ്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സോളം ഉണ്ട് കേട്ടോ ഈ ടെമ്പിളിൻ്റെ അവിടെ എത്താനായിട്ട്. ചെന്ന പാടെ നമ്മളൊരു കരിക്കും വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇതാണ് ടെമ്പിളിൽ കയറാനുള്ള എൻട്രൻസ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ടെമ്പിളിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ എൻട്രി ഫീ പേ ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൺലൈൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിതിപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഫുൾ കല്ലിലുള്ള കൊത്തുപണികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ചേച്ചി ചേട്ടനും എല്ലാവരുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പ് പോയത്. ഈ സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന അടിപൊളിയാണ്. പിന്നെ നമ്മൾ ചപ്പലൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ അമ്പലത്തിലേക്ക് ഉള്ളിൽ കയറാനായിട്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ്. നമ്മൾ പോയ സമയത്ത് വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഒത്തിരി ആൾക്കാരെ കാണാവേ. പിന്നെ ഈ ഒരു അമ്പലത്തിൽ 3 മൂർത്തികളെയാണ് കേട്ടോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 3 മൂർത്തികളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ചുറ്റമ്പലം മൊത്തം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്ന കഥകളാണ് കേട്ടോ ഈ കൊത്തുപണിയിൽ. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയില്ലേ, അന്നേരം നല്ല തണുപ്പായിരുന്നു തറയിലൊക്കെ. പുറത്ത് പക്ഷേ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയോ, അമ്പലത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല കല്ലിൽ ഇങ്ങനെ കൊത്തി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് നമ്മൾ സൂപ്പും ഗോപി മഞ്ചൂരിയനും പിന്നെ വെജ് മീൽസും ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഞാൻ കെയർഡ് റൈസ് ആണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.